ബിഗ് ബോസ് മലയാള സീസൺ 4ന്റെ അവസാന ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടന്നത്. വിജയിച്ചത് റിയാസ്. ഹോട്ട്സ്റ്റാർ ലൈവ് കണ്ടവർക്കെല്ലാം റിയാസ് ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. ബിഗ് ബോസ് ഒരു ടാസ്ക് നടത്തുന്നത് അവർക്ക് താല്പര്യമുള്ള ഒരാളെ വിജയിയായി തീരുമാനിച്ചുകൊണ്ടാണോ എന്നതാണ് ഈ ഒരു ടാസ്ക് കൂടി കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത്. ഇതിപ്പോൾ ഒന്നോ രണ്ടോ തവണയല്ല, പലവട്ടമായിരിക്കുന്നു ബിഗ് ബോസിന്റെ ഈ രീതിയിലുള്ള നാണംകെട്ട പരിപാടി. ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഹോട്ട്സ്റ്റാർ ലൈവ് കണ്ടവർക്കെല്ലാം മനസ്സിലാകും. അതുപോലെ എപ്പിസോഡ് വരുമ്പോൾ കാണുന്നവർക്കും മനസ്സിലാവും ബിഗ് ബോസിന്റെ അൺഫെയർ ഗെയിം. ഇങ്ങനെ ഒരു നാണംകെട്ട പണി ബിഗ് ബോസ് മലയാളത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് ക്യാപ്റ്റൻസി ടാസ്കിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കൊടുത്തിരിക്കുന്ന 5 ഹുക്കുകളിലായി തന്നിരിക്കുന്ന ബ്ലോക്കുകൾ പറഞ്ഞതുപോലെ കൊടുത്തിടണം എന്നതാണ്. റിയാസ് ടാസ്കിൽ നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തു, ഇല്ലെന്ന് ഒരു അഭിപ്രായമില്ല. എന്നാൽ റിയാസ് 4ാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴേ ബിഗ് ബോസ് ബസർ അടിച്ച് ഗെയിം അവസാനിപ്പിച്ച് റിയാസിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു. ഇതിലെന്ത് ന്യായമാണ് ഉള്ളത്? ഇത്ര അത്യാവശ്യപ്പെട്ട് ടാസ്ക് അവസാനിപ്പിച്ച് ബിഗ് ബോസിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനൊരു ടാസ്ക് എന്തിനായിരുന്നു? റിയാസിന് തന്നെ ക്യാപ്റ്റൻസി കൊടുത്താൽ പോരായിരുന്നു? ഇതിപ്പോൾ പ്രേക്ഷകരായ നമ്മൾക്ക് മാത്രമല്ല, ബിഗ് ബോസ് ഹൗസിൽ ഉള്ളവർക്കും സംശയമായി തുടങ്ങി. റിയാസിനെ ജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ എന്നത്. ദിൽഷയും ധന്യയും ടാസ്കിന് ശേഷം ക്ലിയർ ആയി പറയുന്നുണ്ട് എന്തിനായിരുന്നു റിയാസ് 4 ബ്ലോക്കുകൾ കഴിഞ്ഞ ഉടനെ ബസർ അടിച്ചത് എന്ന്. ഇവിടെ റിയാസ് ഫാൻസ് പറയുന്നത് അവനെ ഇഷ്ടമല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ട, എന്തിനാണ് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നത് എന്ന്. ഇതൊന്നും ഡീഗ്രേഡിംഗ് അല്ല, കൺമുന്നിൽ കണ്ടൊരു ന്യായമല്ലാത്ത കാര്യമാണ് പറയുന്നത്. റിയാസ് നല്ലൊരു പെർഫോമർ ആണ്. ഫിസിക്കൽ ടാസ്കിൽ കുറച്ച് വീക്ക് ആണെങ്കിലും റിയാസിന്റെ സ്ട്രോങ് ഏരിയകളിൽ വളരെ മികച്ചൊരു കണ്ടസ്റ്റന്റ് ആണ്. കഴിഞ്ഞ വീക്കിലി ടാസ്കിലെ പെർഫോമൻസ് എത്ര മനോഹരമായി കൈകാര്യം ചെയ്തു. ഇതൊക്കെ പ്രേക്ഷകർ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സംഭവങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ ബിഗ് ബോസ് എന്ത് വിരോധാഭാസമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ റിയാസ് കളിച്ചില്ല എന്ന് ആരും പറയുന്നില്ല. റിയാസ് തന്നെയായിരുന്നു മുന്നിലും, തൊട്ടുപിറകിൽ തന്നെ ധന്യയും ഉണ്ടായിരുന്നു. എന്നാൽ റിയാസ് 4 ബ്ലോക്കുകൾ കംപ്ലീറ്റ് ചെയ്ത ഉടനെ അവസാനത്തെ ഒരെണ്ണം ബാക്കി നിർത്തി എന്തിനാണ് ബിഗ് ബോസ് വളരെ പെട്ടെന്ന് തന്നെ ഗെയിം അവസാനിപ്പിച്ചത്? അടുത്തതിലേക്ക് പോയാൽ റിയാസ് തോൽക്കുമെന്നോർത്താണോ? ബിഗ് ബോസ് സീസൺ 4 അവസാനിക്കാൻ ഇനി ഒരാഴ്ച കൂടി ഉള്ളപ്പോൾ ആര് ക്യാപ്റ്റൻ ആയാലും പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു അവസാന നിമിഷം ഇങ്ങനെയൊരു അന്തസ്സില്ലാത്ത പണി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ബോസ് അണ്ണന്റെ കലാപരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകർക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾ സേഫ് ആണ്. ഇനിയും ഇതുപോലെ പ്രേക്ഷകരെ വിട്ടികളാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.